ദേവകി 4 വർഷമായി വീടൊക്കെ വെച്ചിട്ട്. എനിക്കിപ്പോഴാണ് ഒന്ന് വരാൻ പറ്റിയത്. എന്തോ പറയാനാ, മക്കൾ വിളിച്ച അമേരിക്കയിലാണേലും അങ്ങ് എവിടെ ആണേലും അവരുടെ കൂടെ പോയി നിൽക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഇപ്പം ചേട്ടനും ഇല്ലല്ലോ, അതാണ്. ഇപ്പോഴാ അവൻ ഒന്ന് നാട്ടിലോട്ട് വന്ന. 4 കൊല്ലമായി. 4 കൊല്ലം പോയതൊന്നും അറിഞ്ഞില്ല. മോളുടെ ഇവരുടെ കല്യാണത്തിന് ഒരാഴ്ച മുമ്പാണ് ഞാൻ പോയത്. മോളെ അത് കാരണം ഒന്ന് കാണാൻ പറ്റിയില്ല. മോള് ജോലി ചെയ്യുന്നുണ്ടോ? അതെ, വർക്കിംഗ് ആണ്, ബാങ്കിലാണ്. ആ, ബാങ്കിലാണ്. ശരി. വീടൊക്കെ ഗംഭീരമായിട്ടുണ്ട് ദേവകി. പക്ഷെ നിങ്ങളിത് വാസ്തു ഒന്നും നോക്കാതാണോ വെച്ചേ? കറക്റ്റായിട്ട് അളവൊന്നും നോക്കിയിട്ടില്ലേ? ഇല്ലേ? നമ്മളെല്ലാം നോക്കിയാണല്ലോ ആൻറ്റി ചെയ്തേ. എന്തു പറ്റി? എന്നിട്ട് ഈ വീടിൻ്റെ വാതിൽ തെക്കോട്ട് ആണല്ലോ. അത് നമ്മൾ ഇറങ്ങുന്നത് തെക്കോട്ട് ആണോ ഇറങ്ങണ്ടേ? അങ്ങനല്ല ശരിക്കും. അത് വാസ്തുവൊക്കെ ശരിക്കും നോക്കണമായിരുന്നു. നമ്മൾ കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി എൻജിനീയറിൻ്റെ പ്ലാൻ കാണിച്ച് എല്ലാം കൃത്യമായിട്ട് നോക്കി തന്നെയാണ് ചെയ്തത്, അല്ലേ അമ്മേ? ഓ പിന്നെ, ഇപ്പോഴത്തെ എൻജിനീയർ പിള്ളേർക്ക് എന്തോ അറിയാം ദേവകി. നമ്മുടെയൊക്കെ കാലത്ത് നമ്മൾ വീട് വെച്ചത് എൻജിനീയർമാരെ വെച്ചിട്ടാണോ? ഒന്നുമല്ല. അതിനൊക്കെ എൻ്റെ മോൻ എൻജിനീയറിനെ കൊണ്ടൊന്നുമല്ല അവൻ പ്ലാൻ വരപ്പിച്ചത്. അവൻ തന്നെ കൃത്യമായിട്ട് പ്ലാൻ വരച്ച് ഒരു ഏതോ ഒരു വലിയ വാസ്തുവിൽ കേമനായിട്ടൊരാൾ വന്ന് നമ്മുടെ വീടിൻ്റെ സ്ഥലമൊക്കെ കണ്ട് എല്ലാം അതിൻ്റെ ചിട്ടയിലാണ് ചെയ്യിച്ചത്. ഇതിപ്പോൾ നിങ്ങളേതെങ്കിലും ഒരാളെ കൊണ്ടുവന്ന് നോക്കിച്ചതായിരിക്കും. ഇതിപ്പോൾ അങ്ങനെ. അതിൻ്റെ കണക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ദേവകി ഒന്നുകൂടെ അതൊന്ന് നോക്കിച്ചേരാം കേട്ടോ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ കണക്കുകൾ ശരിയായില്ലെങ്കിൽ അത് കുടുംബത്തിലുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാണത്. ഇപ്പം ഇവരുടെ അച്ഛൻ പണ്ട് പോയതാ ശരിയാ, എന്നാലും ഇപ്പോൾ ഉള്ളത് നീയല്ലേ. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മളെല്ലാ പ്ലാനുകളും നോക്കി വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വലിയൊരു വാസ്തു തിരുമേനി വന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ പണി തുടങ്ങിയതും. ഇപ്പോൾ ഇവിടെ ഞങ്ങൾ 4 വർഷമായി താമസിക്കുന്നു. ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഇവിടെ കുഴപ്പമൊന്നുമില്ല, അല്ലേ അമ്മേ? പിന്നെ ഈ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് നോക്കി ഗണിച്ച് ഹരിച്ച് നമുക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും പെർഫെക്റ്റ് ആക്കാൻ പറ്റണമെന്നില്ല ആൻറ്റി. എല്ലാം തികഞ്ഞൊന്നും ആരും ഉണ്ടാവില്ലല്ലോ. അതുപോലെ തന്നെ എല്ലാം തികഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നുമില്ല. ഞാനൊന്നും പറയുന്നില്ല. നമ്മൾ പഴയ ആൾക്കാരോട് പറഞ്ഞ് തോൽപ്പിക്കാനല്ലേ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഞാനൊന്നും പറയുന്നില്ല ദേവകി. ഞാൻ കണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ.